എന്താണ് കൺകുരു അല്ലെങ്കിൽ സ്റ്റൈ? ഞാൻ ഡോക്ടർ നിമ്മി, കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് അറ്റ് പ്രിസൈസ് സ്പെഷ്യാലിറ്റി ഐ കെയർ. കണ്ണിന്റെ പോളകളിൽ അതിന്റെ മാർജിനലായിട്ട് കണ്ടുവരുന്ന ഒരു തടിച്ച കുരുവാണ്, നമ്മളുടെ മുഖക്കുരു പോലത്തെ ഒരു കുരുവാണ് കൺകുരു എന്ന് പറയുന്നത്. അത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ആരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? തുടർച്ചയായി കണ്ണ് തിരുമുക. നിങ്ങൾക്ക് കണ്ണിന് പവർ ഉണ്ട്, പക്ഷെ നിങ്ങൾ കണ്ണട വെക്കുന്നില്ല, തുടർച്ചയായി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ തൊടുന്നു, അങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. നിങ്ങളുടെ കൺപോളകളിൽ ബ്ലെഫറൈറ്റിസ് എന്നുള്ളൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, നിങ്ങളുടെ ഷുഗേഴ്സ് കൺട്രോളിൽ അല്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രതിരോധ ശേഷി കുറവാണ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളവർക്കെല്ലാം റെക്കറന്റ് ആയിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഒരു കൺകുരു പോയി കഴിയുമ്പോൾ അടുത്ത കൺകുരു എന്ന നിലയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ചെയ്താൽ നമുക്ക് കൺകുരുവിനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം? കൺകുരു വന്ന് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചൂടുവെള്ളം കൊണ്ട് കംപ്രസസ് കൊടുക്കുക എന്നുള്ളതാണ്. കൈ വൃത്തിയായി കഴുകിയതിനു ശേഷം നല്ലൊരു തുണിയോ പഞ്ഞിയോ ചൂടുവെള്ളത്തിൽ മുക്കി പല പ്രാവശ്യം കൺകുരുവിന്റെ മേൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ താഴ്ന്നു പോകുന്നതാണ്. ഒട്ടും മാറുന്നില്ല, 2-3 ഡേയ്സ് നോക്കിയിട്ടും ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക. ഡോക്ടർ നിങ്ങൾക്ക് ആന്റിബയോട്ടിക് ഡ്രോപ്സ് അല്ലെങ്കിൽ ഓയിന്റ്മെന്റ് തരുന്നതായിരിക്കും. നിങ്ങളുടെ അണ്ടർലൈൻ കോസിനെയാണ് നിങ്ങൾ അധികം ശ്രദ്ധിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കൃത്യമായി കണ്ണട വെക്കുക. കൺപോളയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. കണ്ണിൽ തിരുമുന്നത് അലർജിയുടെ ഭാഗമായാണെങ്കിൽ അതിന്റെ ഡ്രോപ്സ് ഉപയോഗിക്കുക. ഷുഗേഴ്സ് കൺട്രോളിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺകുരുവിനെ പ്രതിരോധിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.